നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാഫി പറമ്പിലിന്റെ മൂക്കിന്റെ എല്ല് തല്ലി പൊട്ടിച്ചിട്ട് പോലീസ് ഇപ്പോൾ ഷാഫി പറമ്പിലിനെ തന്നെ പ്രതിയാക്കി കേസെടുത്തിരിക്കുകയാണ്. അതായത് പേരാമ്പ്രയിൽ കലാപ ആഹ്വാനം ഷാഫിയുടെ നേതൃത്വത്തിൽ ഉണ്ടായി എന്നാണ് FIR-ൽ എഴുതി ചേർത്ത് വച്ചിരിക്കുന്നത്. കൊള്ളാം, നല്ല തിരക്കഥയാണ്. ഇത് സർക്കാരിന്റെ തിരക്കഥയാണ് എന്നുള്ളത് കേരളത്തിന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പോലീസുകാരെയും CPM-നെയും പിണറായി സർക്കാരിനെയും എല്ലാവരെയും ട്രോളിക്കൊണ്ട് കോൺഗ്രസ് UDF ഗ്രൂപ്പുകൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് UDF കോൺഗ്രസ് ഗ്രൂപ്പുകൾ ഇളകിയിറങ്ങിയിരിക്കുന്നത്. പോലീസുകാർക്ക് നല്ല കൃത്യമായ അടി കൊടുത്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ട്രോളുകൾ. ഗ്രനേഡ് എറിയാനുള്ള പരിശീലനത്തിന് ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തണമെന്ന് വിവിധ പോലീസ് സബ് ഡിവിഷനുകളിലെ പോലീസുകാർക്ക് ഉത്തരവ്. പേരാമ്പ്രയിൽ UDF പ്രവർത്തകർക്കെതിരെ നടന്ന പോലീസ് നടപടിക്കിടെ ഗ്രനേഡ് പൊട്ടി DYSPക്ക് പരിക്കേറ്റത് വാർത്തയായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ പോലീസിന്റെ ഗ്രനേഡ് എറിയൽ പരിശീലനത്തെ പരിഹസിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. സമൂഹ മാധ്യമങ്ങളിൽ വലിയ ട്രോളുകളാണ് അവർ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ ഒരു കമന്റ് ഇങ്ങനെയാണ്: ലാത്തി കൊണ്ട് മുട്ടിന് താഴെ അടിക്കാൻ പരിശീലിപ്പിക്കും, എന്നാൽ തലയ്ക്കടിക്കും. ഇതുതന്നെയാകും ഗ്രനേഡ് എറിയാൻ പഠിപ്പിച്ചാലും ഉണ്ടാകുക എന്നാണ് ഒരു കമന്റ്. ഗ്രനേഡ് എറിയാൻ അറിയാത്ത DYSPയുടെ കയ്യിൽ നിന്ന് പൊട്ടിപ്പരിക്കേറ്റതിന് പണി പോലീസുകാർക്ക്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ അമ്പാനെ എന്നാണ് മറ്റൊരു കമന്റ്. അതേസമയം പേരാമ്പ്ര സംഘർഷത്തിന്റെ ഭാഗമായി പോലീസ് അറസ്റ്റ് ചെയ്ത UDF പ്രവർത്തകർക്ക് കൂടി ഇതിനൊപ്പം പരിശീലനം നൽകണം എന്ന പരിഹാസവുമായി CPM അനുകൂല സമൂഹ മാധ്യമ ഹാൻഡിലുകളും രംഗത്ത് വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ, അതായത് പേരാമ്പ്ര വിഷയത്തിൽ CPM-ഉം കോൺഗ്രസും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പോലീസുകാർക്ക് നല്ല എട്ടിന്റെ പണി കൊടുത്തുകൊണ്ടാണ് കോൺഗ്രസ് UDF ഗ്രൂപ്പുകളും രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇതിവിടം കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നും ഷാഫിയെ കൈവച്ച പോലീസുകാരനെ നോക്കി വെച്ചിട്ടുണ്ടെന്നും തക്കം കിട്ടുമ്പോൾ നല്ല ഒന്നാന്തരം പണി ഏമാനിട്ട് കിട്ടും, സൂക്ഷിച്ചോ എന്നൊക്കെയാണ് കോൺഗ്രസിന്റെയും പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി ഗ്രൂപ്പുകളുടെയും ഒക്കെ ഫാൻസ് പേജുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കാക്കി ഇട്ടാൽ എല്ലാം ആയി എന്ന് ഏമാന്മാർ കരുതരുത്. കാക്കി ഊരിവെക്കുന്ന സമയവും ഉണ്ടല്ലോ, പുറത്തേക്കിറങ്ങുന്ന സമയവും ഉണ്ടല്ലോ. അതുകൊണ്ട് ഏമാന്മാർക്കുള്ളത് ഞങ്ങൾ തന്നോളാം എന്നൊക്കെയാണ് ചില കമന്റുകൾ ഒക്കെ വരുന്നത്. അതായത് പോലീസുകാരെ കൈവയ്ക്കും എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതേസമയം എല്ലാ വർഷവും പോലീസുകാർക്ക് ഇത്തരം പരിശീലനം നൽകാറുണ്ടെന്നും പേരാമ്പ്ര സംഭവവുമായി ഇതിനൊരു ബന്ധവുമില്ല എന്നും പോലീസ് വൃത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് പേരാമ്പ്രയിൽ നടന്ന ഈ സംഭവത്തിന് ശേഷമാണ് ഗ്രനേഡ് എറിയൽ പരിശീലനം എന്ന തരത്തിലൊരു വാർത്ത വന്നത്. അത് ട്രോളായി മാറിയത് കൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. മുൻപും ഇത്തരം പരിശീലനങ്ങളൊക്കെ നൽകാറുണ്ടെന്നും പേരാമ്പ്ര വിഷയവുമായി ഇതിനെ കൂട്ടി കലർത്തണ്ട എന്നുമാണ് പോലീസുകാർ പറയുന്നത്. വടകര റൂറൽ SP-യുടെ കീഴിലുള്ള വടകര സബ് ഡിവിഷനിലെ ട്രാഫിക് യൂണിറ്റ്, കൊയിലാണ്ടി കൺട്രോൾ റൂം, നാദാപുരം സബ് ഡിവിഷൻ കൺട്രോൾ റൂം, നാദാപുരം ട്രാഫിക് യൂണിറ്റ്, പേരാമ്പ്രയിലും താമരശ്ശേരിയിലുമുള്ള സബ് ഡിവിഷനുകൾ എന്നിവിടങ്ങളിലെ SHO, SI അടക്കം പരമാവധി പോലീസുകാർ വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതലുള്ള പരിശീലനത്തിന് എത്തണം എന്നാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. പോലീസുകാർക്ക് പരിശീലനം കൊടുത്തതുകൊണ്ട് ഒരു കാര്യവുമില്ല. കാക്കി ഇട്ടതിന്റെ അഹങ്കാരത്തിൽ ചില പോലീസുകാർ ഗുണ്ടകളെ പോലെയാണ് പെരുമാറുന്നതെന്നും അവരെ നിലയ്ക്ക് നിർത്താൻ ഇത്തരം പരിശീലനങ്ങളൊന്നും കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല എന്നും ജനങ്ങളുടെ കയ്യിൽ നിന്ന് നല്ല പെട കിട്ടുമ്പോൾ ഏമാന്മാർ അങ്ങ് നന്നായിക്കോളും എന്നൊക്കെയാണ് പല കമന്റുകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പേരാമ്പ്ര വിഷയത്തിൽ ഷാഫിയും യൂത്ത് കോൺഗ്രസും അതുപോലെ KSUവും ഒക്കെ അവിടെ കലാപം ഉണ്ടാക്കാൻ നീക്കം നടത്തിയെന്നാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ ഷാഫിയുടെ നേതൃത്വത്തിൽ പേരാമ്പ്രയിൽ വലിയ പ്രതിഷേധം നടന്നത്. അത് അടിച്ചൊതുക്കാനായിരുന്നു പോലീസ് എത്തിയത്. എന്നാൽ ഇപ്പോൾ ഒരു വലിയ പിടിവള്ളി കിട്ടിയതുപോലെയാണ് CPM-ഉം സർക്കാരും പേരാമ്പ്ര വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. അതായത് പേരാമ്പ്രയിൽ ഷാഫി കലാപം ഉണ്ടാക്കുന്നു എന്ന് വലിയ രീതിയിലാണ് CPM-കാരും അതുപോലെ തന്നെ കൈരളിയും ദേശാഭിമാനിയും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ: ശബരിമല വിവാദം ഒന്ന് കെട്ടടങ്ങണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ പേരാമ്പ്ര വിഷയം പോലീസുകാരെ ഉപയോഗിച്ച് സർക്കാരും CPM-ഉം കൂടി ഇട്ടങ്ങ് കോലിട്ട് ഇളക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസ് പേരാമ്പ്രയിൽ നടത്തിയത് വലിയ അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് UDF-കാരുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും ഒക്കെ വീടുകളിൽ കയറി ഇറങ്ങിയാണ് പോലീസ് നിരങ്ങിക്കൊണ്ടിരിക്കുന്നത്. വീടുകളിൽ കയറിയാണ് അന്ന് പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്ന ചിലരെയൊക്കെ പോലീസ് പിടിച്ചുകൊണ്ടു പോകുന്നത്. ഇതെന്താണ്, പോലീസ് രാജ് ആണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അത് മറ്റൊന്നുമല്ല,
പേരാമ്പ്ര വിഷയം ശബരിമല മുക്കാൻ ഒരു വഴിയായി കണ്ടിരിക്കുകയാണ് സർക്കാർ. അതുകൊണ്ട് അത് എത്രയും കത്തിച്ചു നിർത്താമോ അത്രയും സർക്കാർ കത്തിച്ചു നിർത്തുക തന്നെ ചെയ്യും. അതിന്റെ കളിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എങ്ങനെ എന്തൊക്കെ ഗിമ്മിക്ക് കാണിച്ചാലും ശബരിമല വിഷയം കെട്ടടങ്ങുമെന്ന് സർക്കാർ കരുതണ്ട. അതിന്റെ ഓരോ വിഷയങ്ങളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സാക്ഷാൽ അയ്യപ്പൻ തന്നെയാണ് ഈ വിഷയങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് വിശ്വാസികൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി പേരാമ്പ്രയിൽ സർക്കാർ സ്പോൺസേർഡ് കലാപം നടന്നാലും ശബരിമല മുങ്ങാൻ പോകുന്നില്ല. ഒരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പേരാമ്പ്രയിൽ സർക്കാർ സ്പോൺസേർഡ് കലാപമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് അന്ന് പ്രതിഷേധിച്ചവരെ മുഴുവൻ കസ്റ്റഡിയിലെടുക്കണം, വീട് വളഞ്ഞു പിടിച്ചുകൊണ്ടു പോകണം, ഒരുമാതിരി തീവ്രവാദികളെ കൊണ്ടുപോകുന്നത് പോലെയാണ് പോലീസ് പ്രതിഷേധം നടത്തിയവരെ പിടിച്ചുകൊണ്ടു പോകുന്നത്. നാണമില്ലേ എന്നുള്ളതാണ് സർക്കാരിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം. എന്തായാലും ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തും. ശബരിമലയിൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് ഷാഫിയുടെ നേതൃത്വത്തിലുള്ള സംഘം കടക്കും എന്നാണ് വിവരങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ മറ്റൊരു വഴിക്കൂടെ പ്രതിഷേധം ശക്തമാക്കുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സർക്കാർ എത്രയൊക്കെ ശ്രമിച്ചാലും ശബരിമല വിഷയത്തിൽ മറുപടി പറയേണ്ടി വരും. പ്രതിപക്ഷം ശക്തമായ സമരങ്ങളിലേക്ക് ഇറങ്ങാൻ പോകുകയാണ് എന്ന്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.